ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകൾ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 6 ദിവസമായിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നാളെ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും മുമ്പ് രാഹുലിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച സിനിമാ താരത്തിൻ്റേത് എന്ന് കരുതുന്ന ചുവന്ന കാർ സൂക്ഷിച്ചിരുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതിനിടെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായി പോയ രാഹുൽ ഈശ്വർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിരാകാര സമരത്തിലാണ്. ഇന്നലെ അദ്ദേഹം വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പ്രതികരിച്ചു ഇന്ന് വാർത്താ മാധ്യമങ്ങളോട്. 100%. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത്. നമുക്കൊരു പ്രതീക്ഷയുമില്ല ഇതൊരു നോട്ടീസാണോ, ഹാജരാകണം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത്. നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരത്ത് ഷഫീദ് റാവത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പുതിയ നീക്കത്തെക്കുറിച്ച്, അന്വേഷണ സംഘം നടന്ന നീക്കത്തെക്കുറിച്ചും പൂജപ്പുര സെൻട്രൽ ജയിൽ രാഹുൽ ഈശ്വർ നടത്തുന്ന നിരാഹാരത്തെക്കുറിച്ചും സംസാരിക്കാനാണ് ഷഫീദ് ചേരുന്നത്. പറയൂ ഷഫീദ്, ഇതിൻ്റെ വിശദാംശങ്ങൾ. ഈ രണ്ടു കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്ന മണിക്കൂറുകളാണിത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. നമ്മൾ അല്പസമയം മുൻപ് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായി പലതരത്തിലുള്ള തിരച്ചിൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ സംശയങ്ങൾ അത്രയും. അവിടെ തിരുവനന്തപുരത്തു നിന്നുള്ള SIT അവിടെയുണ്ട്. മാത്രവുമല്ല മറ്റു പോലീസ് അസിസ്റ്റൻസും ഇതിനോടകം തന്നെ അവിടം കേന്ദ്രീകരിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫ്, ഇയാൾ ഒരുപക്ഷെ ഈ പത്തനംതിട്ട അതല്ലെങ്കിൽ കൊല്ലം പരിസരത്തുണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ കേസിൽ നിർണായകമായിട്ടുള്ള പല CCTV ദൃശ്യങ്ങളും നശിപ്പിച്ചു എന്നുള്ള ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്ത DVR അടക്കമുള്ള കാര്യങ്ങൾ അത് നശിപ്പിച്ച നിലയിലായിരുന്നു. ഇനി രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് രാഹുൽ പാലക്കാട്ട് നിന്ന് പോയ കാറിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. അത് ഒരു യുവനടിയുടേതാണെന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഓടിച്ചതാരെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശേഖരണം എടുക്കും. മാത്രമല്ല യുവനടിയിൽ നിന്ന് വിവരം തേടാനും അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതേസമയം നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പരമാവധി തെളിവുകളുമായിട്ടുമായിരിക്കും കോടതിയിൽ പോവുക എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച സൈബർ അധിക്ഷേപ പരാതിയിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തെ കോടതി ജുഡീഷ്യൽ റിമാൻഡിലേക്ക് വിടുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹത്തെ ജയിലിലെത്തി സന്ദർശിച്ച ശേഷം ഉന്നത കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് രാഹുലിന്റെ ഭാര്യയായിട്ടുള്ള ദീപ രാഹുൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ജയിലിനുള്ളിൽ, പൂജപ്പുര ജില്ലാ ജയിലിനുള്ളിൽ രാഹുൽ ഈശ്വറിന്റെ നിരാഹാര സമരം തുടരുകയാണ്. അദ്ദേഹം ഇന്നലെയും ഇന്നുമൊന്നും കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല, വെള്ളം മാത്രമാണ് കുടിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഉന്നത കോടതിയെ സമീപിക്കും രാഹുൽ. അതെങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊക്കെ രാഹുലിനെ കണ്ട ശേഷം ഭാര്യ ദീപ വിവരം അറിയിക്കും. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.